ഹലോ, ഞാനൊരു സക്സസ് സ്റ്റോറി പറയുകയാണ്. ഞാനൊരു വീടായിരുന്നു മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പം എനിക്ക് ഓൾറെഡി ഒരു വീടുണ്ടായിരുന്നു. ചെറിയ വീടായിരുന്നു. ചെറിയ വീട് വെച്ചാൽ നല്ല ചെറിയ വീടാണ്. അപ്പം നമുക്ക് എനിക്കും കുട്ടികൾക്കും ഒക്കെ അതില് തീരെ സൗകര്യമില്ലായിരുന്നു. ഭയങ്കര അസൗകര്യത്തിലായിരുന്നു ഞങ്ങൾ ആ വീട്ടിൽ നിന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വേറൊരു വീട് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഞാൻ നിരന്തരമായിട്ട് അഫർമേഷൻസുകളും വിഷ്വലൈസേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീടുകളൊക്കെ കാണാൻ പോയി. സ്വാഭാവികമായിട്ടും അങ്ങനെ ആണല്ലോ, നമ്മളങ്ങനെ വീട് കാണാൻ പോയി. അങ്ങനെ അതിലൊരു വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നോക്കുമ്പോൾ നമ്മളെ ബഡ്ജറ്റിനെക്കാട്ടും കുറച്ചും കൂടെ അധികമായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായ വില. അപ്പൊ എന്തായാലും ഞാൻ അന്ന് വന്നിട്ട് ഞാൻ അത് എഴുതി വെച്ചു. കാരണം ഇത്ര രൂപക്ക് തന്നെ ഞങ്ങൾക്കായി കിട്ടണം, ആ വീട് തന്നെ ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ലെവലിൽ ഞാൻ അതിന്റെ അഫർമേഷൻ എഴുതുകയും അത് വിഷ്വലൈസേഷൻ നടത്തുകയും. കാരണം എനിക്ക് ആ വീട് കിട്ടിയതായിട്ടും എൻ്റെ വീട്ടുകൂടലും അങ്ങനെ ആ വീട്ടിൽ ഞാൻ സന്തോഷത്തോടെ നിൽക്കുന്നതും എല്ലാം ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇങ്ങനെ ഇമാജിൻ ചെയ്ത ദിവസം ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ ആ വീട് കിട്ടിയതായിട്ട് ഞാൻ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വീട് കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും നന്ദി പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഒരു മാജിക് എന്നോണം എനിക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഈ വീടിന്റെ ഓണർ നമ്മളെ തിരിച്ചു വിളിക്കുകയും ഏകദേശം ഒരു വില പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും അവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വില പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിലയിൽ ഇത് ഞങ്ങൾക്ക് കിട്ടുകയും ഇപ്പൊ ഞാൻ ആ വീട്ടിലിരുന്നു കൊണ്ടാണ് ഈ വോയിസ് ഇടുന്നത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ വീട് എനിക്ക് കിട്ടിയതിന് താങ്ക് യു. എത്ര പറഞ്ഞാലും മതിയാവൂല. ഇതിനൊക്കെ ഒരു നിമിത്തമായത് രശ്മി മാഡം ആണ്. അപ്പം രശ്മി മാഡത്തിനും ഞാൻ നന്ദി പറയാണ്. നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് നമ്മളെ ഈ യൂണിവേഴ്സ് നമുക്ക് തരും എന്നുള്ളതിന് ഒരു വലിയൊരു കഥയാണ് എൻ്റെത്. കാരണം വെച്ചാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ വീട് എനിക്ക് കിട്ടും എന്നുള്ളത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടില്ലേ, ഇതുപോലെ പല പല സക്സസ് സ്റ്റോറീസുകളും നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെ നമ്മൾ ആഗ്രഹിച്ചാൽ കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് നമ്മൾ പരിധി വെക്കാൻ പാടില്ല. എപ്പോഴും ആഗ്രഹം അൺലിമിറ്റഡ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു കാറാണ് വിചാരിക്കുന്നത്, ബെൻസ് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മാത്രം പോരാ, നമ്മൾ അത് എഴുതി വെക്കുകയും നമ്മുടെ ഗോൾ ലിസ്റ്റിൽ അതിനൊരു സ്ഥാനം കൊടുക്കുകയും പിന്നെ അതുപോലെ വിഷൻ ബോർഡ് ഒട്ടിക്കുന്ന സമയത്ത് അതവിടെ ഒട്ടിച്ച് വെക്കുകയും ചെയ്യണം. എപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുകയും ഉള്ള പൈസയൊക്കെ നമുക്ക് ഒത്തുവരും. ഇന്ന് ഞാൻ ബെൻസ് കാർ വിചാരിച്ചു, നാളെ ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് കിട്ടുക എന്നല്ല, എല്ലാത്തിനും നമ്മൾ ക്ഷമ കൊടുക്കണം, സമയം മാറ്റി വെക്കണം. പിന്നെ സെൽഫ് ലവ്, അതിന്റെ പ്രാധാന്യം ഞാൻ പറയുന്നതിന് അപ്പുറമാണ്. ആരോ പറഞ്ഞിരുന്നു സെൽഫ് ലവിന്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. ഇതിന് മുൻപേ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സെൽഫ് ലവ് ചെയ്ത് എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത്, നമ്മുടെ മുഖഭംഗി, നമ്മുടെയുള്ള ആകെക്കൂടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പിന്നെ അതേപോലെ നമ്മളെ ബിഹേവിയർ, മറ്റുള്ളവർ നമ്മെ നോക്കിക്കാണുന്ന ആ ഒരു ആംഗിൾ, അതെല്ലാം മാറും. നാം വിചാരിക്കുന്നതിലപ്പുറം റിസൾട്ട് നമുക്ക് സെൽഫ് ലവിലൂടെ ലഭിക്കുന്നതാണ്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ തന്നെയാണ് ബ്ലോക്ക് ഇടുന്നത് നമ്മുടെ എല്ലാ കാര്യവും. നമ്മളിപ്പോൾ വേറൊരു വ്യക്തിക്ക് എന്തെങ്കിലും ലഭിച്ചു കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക. അപ്പോൾ വേറൊരു വ്യക്തിക്ക് ശമ്പളം കൂടുതൽ കിട്ടുമോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടുകയോ ചെയ്യുമ്പോൾ നമ്മളവിടെ സ്വാഭാവികമായൊരു മനുഷ്യനുണ്ടാകുന്ന എന്താണ്, അസൂയ അല്ലെ. ഒരു അസൂയ മനോഭാവം, അയ്യോ അവന് കിട്ടി, എന്നാലും അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് വരാം. എപ്പോഴും മനുഷ്യൻ അങ്ങനെയാണ് വരുന്നത്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കണം. ആ വ്യക്തി എത്രത്തോളം നിങ്ങൾക്ക് ബ്ലെസ് ചെയ്യാൻ സാധിക്കുമോ എത്രത്തോളം, അതായത് ലഭിക്കട്ടെ, മറ്റുള്ളവരുടെ നന്മയിൽ നമ്മൾ എത്രത്തോളം സന്തോഷിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ബ്ലെസ്സിങ്ങും നമുക്ക് കിട്ടുന്ന അതേ ഫീലിങ്സോടെ അവരെ നമുക്ക് ബ്ലെസ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ലൈഫിൽ അതിനനുസരിച്ചുള്ള മാറ്റം നിങ്ങൾക്ക് വരും. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് 2 കിട്ടും. അത്രയും ബെനിഫിറ്റ് ആണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ലഭിക്കാത്തത് മറ്റുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന സമയത്ത് അവിടെ അസൂയോ കുശുമ്പോ അല്ലെങ്കിൽ ഒരു വെറുപ്പോ മൈൻഡ് ചെയ്യാതിരിക്കുന്ന പോലുള്ളൊരു സ്വഭാവം ഒന്നും കാണിക്കാതിരിക്കുക. നമുക്ക് അത് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിൽ നമ്മളെ ഹാപ്പിനെസ് അത് പോകണം, അവരെ നമ്മൾ ബ്ലെസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഒരുവന് ബ്ലെസ്സിങ് കൊടുക്കുമ്പോൾ ആ ബ്ലെസ്സിങ് നമ്മളിലേക്കാണ് മടങ്ങി വരുന്നത്. അപ്പൊ നമ്മളൊന്ന് ആഗ്രഹിച്ചാലേ നമുക്ക് 100 ഇരട്ടിയാണ് ലഭിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
ഓക്കെ, നമുക്കില്ലാത്തത് ഇപ്പം ഒരു ഗവൺമെന്റ് ജോലിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, എന്റെ കൂടെ ഇരുന്ന് പഠിച്ചൊരു കുട്ടിക്ക് ജോലി ലഭിച്ചു. അപ്പൊ അവളത് എന്നോട് വന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ചിന്തിക്കേണ്ടത്? അവൾക്ക് കിട്ടി, അയാൾക്ക് കിട്ടട്ടെ. അത്രയും എനിക്ക് കിട്ടിയ എത്രത്തോളം സന്തോഷം ഞാൻ അതിൽ അനുഭവിക്കുന്നു, അത്രത്തോളം ഫീലിങ്സോടുകൂടെ അവളെയും ഞാൻ ബ്ലെസ് ചെയ്യണം. അവൾക്ക് ലഭിച്ചതായ ദൈവത്തിനോട് നന്ദിയും പറയണം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കായിരിക്കും അടുത്ത ചാൻസ് ഉണ്ടാകുന്നത്. ഇതൊരു പ്രപഞ്ച നിയമം തന്നെയാണ്. കാരണം നാം മറ്റുള്ളവരെ ബ്ലെസ് ചെയ്യുമ്പോൾ ആ ബ്ലെസ്സിങ് നമ്മളിലേക്ക് തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്രീഷിയേഷൻ ഒക്കെ പവർ വരുന്നത്. നമ്മളിങ്ങനെ അപ്രീഷിയേഷൻ ചെയ്യാൻ മടിയാണ് പലർക്കും. ഒരാൾക്ക് എന്തെങ്കിലും നന്മ വരുമ്പോഴേക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാലും സ്വയം മാത്രം, അതായത് എനിക്കെന്തെങ്കിലും കിട്ടുമ്പോൾ മാത്രമേ സന്തോഷിക്കൂ, മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ കുഴപ്പമൊന്നുമില്ല, സന്തോഷമില്ല ദുഃഖമില്ല. ആ ഒരു മെന്റാലിറ്റി ആണോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ ഇന്ന് മുതൽ മാറ്റിക്കൊള്ളുക. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നമ്മുടെ മനസ്സിന്റെ പവർ ഉപയോഗിച്ച് നമുക്ക് എന്ത് നേടാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ കുറച്ച് കൊണ്ടുവന്ന് എപ്പോഴും നമുക്ക് ഇല്ലാത്തത് വേറൊരാൾക്ക് ലഭിക്കുമ്പോൾ അസൂയ മൈൻഡ് ഇല്ലാതെ അവരെ ബ്ലെസ് ചെയ്യാൻ എത്രത്തോളം നിങ്ങൾക്ക് കഴിവിന്റെ വരാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സറിഞ്ഞ് നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. 100% ഗ്യാരണ്ടിയാണ്. പിന്നെ അതേപോലെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, മാർച്ച് 25 പുതിയ വാട്സപ്പ് ക്ലാസ് ഞാൻ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. സാധാ ബേസിക് ലോ അട്രാക്ഷൻ ക്ലാസ് അല്ല, അതായത് കുറച്ച് ധ്യാനം കൂടെ, അതായത് കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് മെഡിറ്റേഷൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം മെഡിറ്റേഷന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് ആണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ വിഷ്വലൈസേഷൻ മെഡിറ്റേഷനും കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി കുറച്ചൊരു വെറൈറ്റി മെഡിറ്റേഷൻസ് കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതാവുമ്പോൾ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും അത് ഓപ്പൺ ചെയ്തിരുന്ന് നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഡെയിലി നിങ്ങൾ കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് വരും. പക്ഷെ നമുക്ക് ചില സമയം പല തിരക്കുകളുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് എപ്പോഴും ഓൺ ആക്കി വെച്ച് കേൾക്കുക എന്നുള്ളതാണ് വാട്സപ്പ് ക്ലാസ്സിന് ഒരു പ്രത്യേകത. അങ്ങനെ ഒരു ഗുണം വാട്സപ്പ് ക്ലാസ് കിട്ടും. സൂം ക്ലാസ്സിന്റെ മാതിരിയല്ല വാട്സപ്പ് ക്ലാസ്. വാട്സപ്പ് ക്ലാസ്സിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൽ നിന്നൊരു സമയം വെച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. കറക്റ്റ് പ്രാക്ടീസ് ചെയ്യണമെന്നേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല, തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും പിന്നെ നമ്മളൊരു സമയം മാറ്റി വെച്ച് ചെയ്യുക എന്നേ ഉള്ളൂ. അപ്പം പതിയെ നിങ്ങൾ ഈ ട്രാക്കിലേക്ക് എത്തും, ഉറപ്പായിട്ടും എത്തും. എത്തുകയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ ലൈഫിന്റെ ചേഞ്ച് എനിക്ക് വരുത്താൻ സാധിച്ച ലോ ഓഫ് അട്രാക്ഷനാണ്. എനിക്കറിയാം എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം അതെല്ലാം എനിക്ക് ലഭ്യമാക്കി തന്നത് ഈ ലോ അട്രാക്ഷൻ പ്രാക്ടീസിലൂടെ തന്നെയാണ്. അതുകൊണ്ട് എനിക്കത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള തീർച്ചയായും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് 50 ദിവസം 50 ഡേയ്സ് ഫോളോ അപ്പ് നൽകുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. സെൽഫ് ലവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോയുമായി വേറെ ദിവസം വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്കെല്ലാം അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ബി ഹാപ്പി. നമ്മൾ സൃഷ്ടിക്കുന്ന ബ്ലോക്കാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്റെ ബ്ലോക്കിന് കാരണം ഞാൻ തന്നെയാണ്. മൈൻഡിനോട് ചോദിക്കുക, ഞാൻ എന്ത് ബ്ലോക്കാണ് ഇടുന്നത്? അതെല്ലാം ഒന്ന് തെരഞ്ഞ് കണ്ടുപിടിച്ചൊന്ന് വെട്ടി മാറ്റിക്കേ, വഴി അപ്പം തുറന്നു വരും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.